Good morning. Welcome to Easy Learning. നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ച് നോക്കി. ഒരു അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതുന്നത് നമ്മൾ പഠിച്ചു. ഒരു സീക്വൻസ് എന്തെന്ന് അറിയാം. ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. നമുക്ക് പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ പ്രോബ്ലംസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു പ്രോബ്ലം ആണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് leaving remainder 1 on division by 3 and sequence of natural numbers leaving remainder 2 on division by 3. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അരിത്മെറ്റിക് സീക്വൻസ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. എന്നാലും നമുക്ക് അതിന്റെ ഒരു ബേസിക് ലോജിക് എങ്ങനെയാണെന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാവണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഒരു പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ സെയിം പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, പറഞ്ഞേക്കുന്നത് ഏതോ ഒരു നമ്പർ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ 7 ഡിവൈഡ് ബൈ 3 നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ 2, ഇവിടെ 6, ഇവിടെ റിമൈൻഡർ 1 വന്നു ആണല്ലോ. ഇപ്പൊ 7 എന്ന് പറഞ്ഞ നമ്പർ ഡിവൈഡ് ബൈ 3 ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ 1 വന്നു. അപ്പൊ ഈ 7 എങ്ങനെ നമുക്ക് കിട്ടുന്നത്? 7 ഈക്വൽസ് 3 into 2 plus 1. അതല്ലേ 7 equals 3 into 2 plus 1. അങ്ങനെ നമ്മൾ ഡിവിഷൻ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ഡിവിഷൻ പഠിച്ചപ്പോൾ ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത്. ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുക പ്ലസ് ഈ റിമൈൻഡറോട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ 7 വരുന്നത് നമുക്കറിയാം. അപ്പൊ അതുപോലെ നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് നമുക്ക് വേണ്ടുന്നത് 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 3 into 0 നമുക്ക് അറിയത്തില്ല ഏത് നമ്പർ ആണ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. 3 into 0 പ്ലസ് നമുക്ക് റിമൈൻഡർ എന്താ വന്നത്? 1 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലീവിംഗ് റിമൈൻഡർ 1 എന്ന് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 into 0 plus 1 ഈക്വൽസ് എന്താ കിട്ടുന്നത്? 3 into 0 plus 1 equals 1. അപ്പൊ ഒരു നമ്പർ കിട്ടി, ഫസ്റ്റ് നമ്പർ കിട്ടി. ഇനി 3 into 1 plus 1 ഈക്വൽസ് എന്താണ്? 3 into 1 3 plus 1 4. അടുത്ത് 3 into 2 plus 1 എന്ത് കിട്ടും? 7. 3 into 3 plus 1 എന്ത് കിട്ടി? 10. അപ്പൊ ഇതൊരു സീക്വൻസ് അല്ലേ? അതായത് 3 വെച്ച് ഏതോ ഒരു നമ്പർ ഡിവൈഡ് ചെയ്തപ്പോൾ അതിന്റെ റിമൈൻഡർ 1 വന്നു. അപ്പൊ ആ സീക്വൻസ് ഏതാണ് നമ്മൾ എഴുതേണ്ടത്? അപ്പൊ ഏതൊക്കെ വരുമ്പോഴാണ് 3 വെച്ച് ഏതൊക്കെ നമ്പർ ചെയ്യുമ്പോഴാണ് റിമൈൻഡർ 1 വരുന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 3 into 0 plus 1 3 0 ഡിവൈഡ് പ്ലസ് റിമൈൻഡർ 1 വരുന്ന നോക്കി ഈക്വൽസ് 1. 3 into 1 plus 1 equals 4. 3 into 2 plus 1 equals 7. 3 into 3 plus 1 equals 10. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്താണ് സീക്വൻസ് കിട്ടിയത്? 1 4 7 10. അപ്പൊ നമുക്ക് ഇതിന്റെ സീക്വൻസ് എങ്ങനെയാ കിട്ടിയത്? 1 4 7 10. നോക്കിക്കേ, അരിത്മെറ്റിക് സീക്വൻസ് ആണ് 1 4 7 10. ഇതിന്റെ ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസ് 3 ആണ്. ഓരോ ടേമും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സീക്വൻസ് കിട്ടി 1 4 7 10. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നത് ഒരു സീക്വൻസ്. ഇതുപോലെ സെയിം രീതി തന്നെ 3 into 0 പ്ലസ് റിമൈൻഡർ എത്ര വന്നേ? 2. അപ്പൊ നമുക്ക് എന്താ കിട്ടി? 3 into 0 0 plus 2 2. അടുത്ത് 3 into 1 പ്ലസ് റിമൈൻഡർ 2 ആയിരുന്നതുകൊണ്ട് 2 എഴുതി. അപ്പൊ 3 plus 2 5. 3 into 2 plus 2 3 into 6 6 plus 2 8. 3 into 3 plus 2 9 plus 2 11. നോക്കിക്കേ, ഇപ്പൊ രണ്ടാമത്തെ സീക്വൻസ് ആണ് 2 5 8 1. മനസ്സിലായോ? ഇങ്ങനെയാണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ റിമൈൻഡർ 1 ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ 3 into 0 plus 1 ചെയ്തേക്കുന്നത്. ഇപ്പൊ റിമൈൻഡർ 5 വരുന്നതെന്ന് പറയാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 into 0 plus 5 എന്ന് പറഞ്ഞു എഴുതണം. 3 into 1 plus 5. അങ്ങനെ ഓരോന്നും ആ റിമൈൻഡർ ഏതാന്ന് പറയുന്നത് അതനുസരിച്ച് നമ്മളിവിടെ ചേഞ്ച് വരുത്തിയാൽ മതി.
അങ്ങനെയാണ് നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഈ പ്രോബ്ലത്തിന്റെ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 and describe it in 2 ways. അപ്പം സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്താണ്? 1 or 6 എന്നല്ല. അപ്പം 1 പിന്നെ 6 വരണമെങ്കിൽ +5 ചെയ്യുമ്പോൾ അടുത്ത ടേം 6 + 5 11 + 5 എത്ര? 16. ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് എങ്ങനെയാണ് കിട്ടിയത്? സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ 1 and repeatedly adding 5. That will make an arithmetic sequence. അല്ലേ? Sequence starting with 1 and adding 5 repeatedly. അങ്ങനെയാണ് നമുക്ക് ഈ സീക്വൻസ് കിട്ടിയത്. മനസ്സിലായോ? നമ്മുടെ സീക്വൻസ് 1 6 11 16. ഇതിനെ രണ്ട് രീതിയിൽ ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 ways. We have to describe it in 2 ways. രണ്ടാമത്തെ രീതി ഒന്ന് നോക്കിക്കേ. ഇതെല്ലാം 1 6 11 16 5 വെച്ചിട്ട് നമ്മൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കി 5 × 1 5 2 10 ഇതെല്ലാം 5ന്റെ മൾട്ടിപ്പിൾസിന്റെ +1 അല്ലേ കിടക്കുന്നത് 6 11 16 ഒക്കെ. അപ്പൊ 5 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന രീതിയിലാണ് ഈ നമ്പേഴ്സ് എല്ലാം കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം എങ്ങനെയായിരുന്നു? നമ്പർ ഡിവൈഡഡ് ബൈ സം അതർ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇവിടെ പറയാം? A sequence which is created by dividing each term with 5 leaving a remainder 1. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. Sequence of natural numbers leaving remainder 1. Sequence of natural numbers leaving remainder 1 on division by ഏത് നമ്പർ ആണ്? 5. ഇതിൽ ഓരോ നമ്പർ ഇപ്പൊ 6 ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 വരത്തില്ലേ? അതിൽ ഓരോ നമ്പറും ചെയ്ത് നോക്കി അങ്ങനെയല്ല വരുന്നത്. 5ന്റെ മൾട്ടിപ്പിൾസിനെ കാട്ടി +1 കൂടിയിരിക്കുന്ന ഓരോ സീക്വൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. അങ്ങനെ നമുക്ക് ടു വേസിൽ ഈ സീക്വൻസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ 1 റിപ്പീറ്റഡ്ലി ആഡിങ് 5. അങ്ങനെ നമുക്ക് സീക്വൻസ് കിട്ടി. അതിന് വേറൊരു രീതിയിൽ നമ്മൾ എന്തൊരു ആൻസർ കിട്ടുമ്പോൾ നമുക്ക് പല രീതിയിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പൊ അതുപോലെ ഒരു വേ ഇതാണ്. രണ്ടാമത്തെ വേ എന്താണ്? നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന രീതിയിലുള്ള കുറെ സീക്വൻസ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഓൾജിബ്ര ഓഫ് സീക്വൻസസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. നമ്മുടെ ഓരോ ടേംസും അതിന്റെ പൊസിഷനും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതായത് ആദ്യം തന്നെ ചോദിക്കട്ടെ, ഓൾജിബ്ര ഓഫ് സീക്വൻസ് പറയുമ്പോൾ ഓൾജിബ്ര കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ നമ്പേഴ്സിനെല്ലാം ഒരു വേരിയബിൾസ് വെച്ചിട്ട് ഒരു ഇക്വേഷന്റെ രീതിയിൽ എഴുതത്തില്ലേ? നമ്മളത് പഠിച്ചിട്ടില്ല നേരത്തെ ഓൾജിബ്ര. അതായത് x + 2y = സംതിങ് അല്ലെങ്കിൽ x - 1 × സംതിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതത്തില്ലേ? അങ്ങനെ ഓൾജിബ്ര വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. അപ്പം ഇതിനകത്ത് നമ്മുടെ ഒരു സീക്വൻസ് 2 4 6 8. ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് കിട്ടിയേക്കുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഇന്റർവെൽ ലൈക് കോമൺ ഡിഫറൻസ് നമ്മൾ നോക്കിയിട്ട് എല്ലാം സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പറയത്തുള്ളൂ. വേറെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എല്ലാം ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്യുന്ന എന്ത് കിട്ടും? 2 + 8 10. അതുതന്നെ അതിന്റെ സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴും അത് തന്നെ കിട്ടും അരിത്തമെറ്റിക് സീക്വൻസസിന്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ. ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പോൾ 1 2 3 4 5 ടേംസ് ഇപ്പൊ ഇതിനകത്ത് തന്നിട്ടുണ്ട്. 5 ടേംസ് തന്നിട്ടുണ്ട്.
ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഒന്ന് എളുപ്പത്തിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ നോക്കാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്തു 10 + 2 12. സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്തു 12. ഈ 6ന്റെ ഡബിൾ ആയിരിക്കും ബാക്കിയെല്ലാം വരുന്നത്. അത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അങ്ങനെയില്ല, കറക്റ്റ് ആയിട്ടല്ലേ വരത്തുള്ളൂ. ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രം ആ മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും എന്ത് ബാക്കി ടേംസിന്റെ സം എന്ന് പറയുന്നത്. ഇപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാനുള്ള വേറൊരു വേയും കൂടാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞു പോയതേ ഉള്ളൂ. നിങ്ങൾ അല്ലാതെ തന്നെ നോക്കിയാൽ മതി. കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊസിഷൻ ആൻഡ് ടേം. ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. അപ്പൊ ഇത് പൊസിഷൻ, ഇതാണ് നമ്മുടെ ടേംസ്. നോക്കിക്കേ, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കിക്കേ ഈ പൊസിഷനും ടേമുമായിട്ട്. നമ്മള് ഫസ്റ്റ് പൊസിഷൻ എന്താ കിടക്കുന്നത് 2, സെക്കൻഡ് പൊസിഷനിൽ 4. അതായത് ഈ 2 × 2 അല്ലേ ഇത് 4, 3 × 2 അല്ലേ 6, 4 × 2 അല്ലേ 8. അപ്പൊ നമുക്ക് അത് നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതുന്നേ? xn, അതായത് ഇതിന്റെ nth ടേം, ഇങ്ങനെ കുറെ ടേംസ് നമ്മൾ എഴുതി. nth ടേം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? nth ടേം വിൽ ബി 2n. മനസ്സിലായോ? പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയുന്നത്. ഓരോ സീക്വൻസിനും ഓരോ രീതിയിലായിരിക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ ഒരു സീക്വൻസിനകത്ത് റിലേഷൻഷിപ്പ് ആണ് xn = 2n എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 10th ടേം കണ്ടുപിടിക്കണം. പൊസിഷൻ 10ലുള്ള ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x10 = 2 × 10 എന്താണ് 20. ഇങ്ങനെ എഴുതി നോക്കിയാൽ അങ്ങനെയല്ലേ വരുന്നേ. അപ്പൊ ഇത് 5th ടേം നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ്. x5 = 2 × 5 = 10 അല്ലേ? നമുക്ക് അല്ലാതെ കൂട്ടി നോക്കിയാൽ അറിയാം 8 + 2 10. 2 ആണ് കോമൺ ഡിഫറൻസ്, അങ്ങനെ അറിയാം. അത് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ഈ പൊസിഷനും ടേമിനുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഇങ്ങനെ xn = ഈ സീക്വൻസില് xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × n ആണ്. 2 × n. പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ആണ്. 2 × പൊസിഷൻ. ഇത് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ആണ് കേട്ടോ. മനസ്സിലായല്ലോ? വേറൊരു സീക്വൻസ് എഴുതി കാണിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കും. ഇക്വേഷൻ അങ്ങനല്ല, ഇത് ഓരോന്നിനും ഓരോ രീതിയിലാണ്. വേറൊരു എന്ന് എഴുതണം. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 4, തേർഡ് ടേം 9, ഫോർത്ത് ടേം 16, ഫിഫ്ത്ത് ടേം 25. അങ്ങനെ n നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ എങ്ങനെ റിലേഷൻഷിപ്പ് എഴുതുന്നേ? നമുക്ക് nth ടേം എന്തായിരിക്കും? xn = നോക്കിക്കേ, നമ്മുടെ പൊസിഷന്റെ സ്ക്വയർ ആണ് നമ്മുടെ ടേംസ് അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെ പൊസിഷൻ ഏതാ? സെക്കൻഡ് പൊസിഷന്റെ ടേം അതാണ് 4. അപ്പൊ 2² അല്ലേ 4. തേർഡ് പൊസിഷനിൽ കിടക്കുന്ന ഏതാണ്? 9. 3² അല്ലേ? അപ്പൊ നമുക്ക് ഇതെന്താണ്? n². മനസ്സിലായോ? പൊസിഷനും ടേമും തമ്മിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന xn = n². ഇങ്ങനെ ഓരോ സീക്വൻസിനും ഓരോ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് വഴി ഓൾജിബ്രൈക് എക്സ്പ്രഷൻ, ഓൾജിബ്ര ഓഫ് സീക്വൻസ്, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ടപ്പം ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഇത് ഇഷ്ടമുള്ള പ്രോബ്ലം ഞാൻ ചെയ്യിക്കാം. കുറച്ചുകൂടി ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്കിനി അടുത്ത പ്രോബ്ലം ചെയ്യാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അതിനെ എങ്ങനെ നമുക്കൊരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാം. 1, 3, 5, 7 up to n number of terms. Sequence of odd numbers. എത്ര ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളൂ. 1, 3, 5, 7 up to n. നമുക്ക് അറിയാം, ഇക്വേഷൻ അറിയാം. xn = x plus n minus 1 into d ആണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് x1 ഫസ്റ്റ് ടേം 1 plus n എത്ര നമുക്ക് അറിയത്തില്ല, എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ n എന്ന് തന്നെ ഇട്ടു. n minus 1 into ഇവർ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 minus 1 എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പം 1 plus
ഈ ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. 2n minus 1 into 2 minus 2. എന്ത് കിട്ടി? 2n minus 1. 1 minus 2. 1 minus 2 1. വലിയ നമ്പറിന്റെ സൈഡ് -1. അപ്പോൾ നമുക്ക് അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ത് കിട്ടി? xn equals 2n minus 1. മനസ്സിലായോ? ഓഡ് നമ്പേഴ്സ് എഴുതുക. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ചിലപ്പോൾ ചോദിക്കുക സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇത് നമ്മുടെ അടുത്ത പ്രോബ്ലം ആണ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പ്രോബ്ലം തന്നെയാണ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ സെയിം പ്രോബ്ലം തന്നെ ഒന്നുകൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സീക്വൻസ് എങ്ങനെയായിരുന്നു? സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് പ്രോബ്ലം എന്നിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതിന്റെ സീക്വൻസ് ആണ് 1 4 7 10. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് xn ഈക്വൽസ് x പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണല്ലോ. പിന്നെ 1 4 7 10 അപ് ടു n നമ്പർ ഓഫ് ടേംസ് പോകും. ഓക്കെ, അപ്പൊ xn ഈക്വൽസ് x, അതായത് ഫസ്റ്റ് ടേം 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു, ഇത് നമ്മളുടെ കോമൺ ഡിഫറൻസ് എത്ര ആണ്? അതിനെ നമ്മളൊന്ന് എഴുതിയിട്ടേക്കണം. നമ്മുടെ സ്റ്റെപ്പിനകത്ത് ഓരോന്നിനകത്ത് എഴുതി d ഈക്വൽസ് 3 ഇൻറ്റു 3. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3n മൈനസ് 3. അപ്പൊ എന്ത് വരും? 3n മൈനസ് 2. xn ഈക്വൽസ് 3n മൈനസ് 2. മനസ്സിലായോ? ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് അറിയാൻ നിൽക്കും. xnന്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. അതിനകത്തോട്ട് നമ്മൾ ഈ ടേംസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടും. ഈ ടൈപ്പ് പ്രോബ്ലം ആണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഓൾജിബ്ര ഓഫ് സീക്വൻസസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്. ഇതിൽ കുറെ പ്രോബ്ലംസ് കൂടെ നമ്മൾ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെയല്ല ഞാൻ അടുത്തടുത്ത വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഒന്നും മിസ്സായി പോയാൽ ഓരോ സെക്ഷനും നിങ്ങൾ കണ്ട് ഓരോന്നിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോവാം. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.